കണ്ടതൊന്നും കണക്കല്ല മന്നവ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏറെക്കുറെ അതാണ് അവസ്ഥ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട്. ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിന്ന്, ദേവസ്വം ബെഞ്ചിൽ നിന്ന് ഒരു ഉത്തരവ് വരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം മുഴുവൻ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ എന്ത് എന്ന് അമ്പരന്നവരാണ് നമ്മൾ. ഇപ്പോൾ അതും പിന്നിട്ട് SITയുടെ അന്വേഷണ കാലാവധി ഏറെക്കുറെ പൂർത്തിയായി, 4 ആഴ്ച അധികം നൽകി. അതിൽ FIRകൾക്ക് പുറത്ത് 2 അറസ്റ്റുകൾ കൂടി ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്ന വാർത്ത ഇങ്ങനെയാണ്. അതായത് 2009 ഒക്ടോബർ മാസത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ 2011 പങ്കുവച്ച പോസ്റ്റാണ്. 2009 അവർ ശബരിമലയിൽ 2 ഇടങ്ങളിൽ 2 ഉപദേവതാ സ്ഥാനങ്ങളിൽ അവിടുത്തെ മേൽക്കൂരകൾ സ്വർണം പൂശിയിട്ടുണ്ട് എന്ന അവകാശവാദം ആ പണികൾ നടക്കുന്ന സമയത്തെ ചിത്രങ്ങൾ സഹിതം 2011 പങ്കുവച്ചിരിക്കുകയാണ്. അതിൽ ഉൾക്കൊള്ളുന്നതിൽ 5 കലശങ്ങൾ, അത് കന്നിമൂല ഗണപതിയുടെയും നാഗരനടയിലെയും 5 ഉൾപ്പെടെയുള്ള 5 കലശങ്ങൾ, 3 ശ്രീകോവിലിന് മുകളിലേതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, അടക്കം സ്വർണം പൂശിയിട്ടുണ്ട് എന്ന അവകാശവാദം ആണ് അവർ ഉന്നയിക്കുന്നത്. എങ്കിൽ 1998 UB ഗ്രൂപ്പ്, അതായത് വിജയ് മല്യ സ്വർണം പതിപ്പിച്ചു നൽകിയവയിൽ ഇവ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്ന പുതിയ വിവരമാണ് നമ്മുടെ പുറത്തു വന്നത്. എന്ന് 2009 സ്മാർട്ട് ക്രിയേഷൻസ് സന്നിധാനത്ത് ഈ സ്വർണം പൂശുന്ന ചടങ്ങുകളിൽ, പണികളിൽ വ്യാപൃതരായിരുന്നു, പങ്കാളികളായിരുന്നു എന്ന് ഒരൊറ്റ കാര്യമേ നമുക്ക് ചോദിക്കാനുള്ളൂ. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, 2025 ഇപ്പോൾ K ജയകുമാറിന് മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ നിമിഷം വരെ പുറത്തു വന്ന ഏതെങ്കിലും തരത്തിലുള്ള വിധികൾ, SITയുടെ അന്വേഷണം, വിജിലൻസിന്റെ അന്വേഷണം, ഇവയിലൊന്നും സ്മാർട്ട് ക്രിയേഷൻസിന്റെ 2009 ഈ ഇടപാടിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല എന്നത് മനസ്സിലാക്കി വേണം പ്രേക്ഷകർ ഇത് മനസ്സിലാക്കാൻ. ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി മാറ്റി പറയുന്നു. ഇത്രയും സംശയാസ്പദമായ സാഹചര്യം ഉണ്ടായിട്ടും പതിറ്റാണ്ടുകൾക്ക് മുൻപ് 2009 തന്നെ ഇവർ അവിടെ ഉണ്ടായിരുന്നുവെന്നും സ്വർണം പൂശുന്ന പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുമുള്ള കാര്യം ഇതുവരെ ഒരാളുടെ നാവിൻ്റെ തുമ്പിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിൽ ആ നാവിൻ തുമ്പിൽ പൂട്ടിട്ട് വെച്ചത് ആരാണ് എന്ന സംശയം സ്വാഭാവികമായി ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ SK സജീഷ് CPM ൽ നിന്ന്, ശ്രീ RV ബാബു ഹിന്ദു ഐക്യവേദിയിൽ നിന്ന്, ശ്രീ TK രാജഗോപാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ മഹേഷ് പണിക്കർ ശില്പി എന്നിവർ. ശ്രീ മഹേഷ് പണിക്കർ, ഈ 5 കലശങ്ങൾ ഉൾപ്പെടെയാണ് UB ഗ്രൂപ്പ് 1998 സ്വർണം പതിപ്പിച്ചു നൽകിയത്. എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇതുവരെയും ഒരു ആളുടെ പ്രതികരണത്തിന്റെ ഭാഗമായി പോലും പുറത്തു വരാതിരുന്നത്? തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഈ എന്താ പറഞ്ഞ ഒരു ചന്ദ്രഗ്രഹണത്തിന് ഇവർ ഈ ധാരാപാലക പാളികൾ ഇളക്കിയത് മുതൽ അത് അതിൻ്റെ കട്ടള, അതിൻ്റെ കഥക് ആ രീതിയിലോട്ട് വന്നിട്ടാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് അതിൻ്റെ മേളിലോട്ട് അന്വേഷണം പോകണം, വൻ തോക്കുകളുണ്ട്, ബിഗ് ഗൺസ് ഉണ്ട്, ഹൈ കമാൻഡ് ഉണ്ടെന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പഴയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാടുണ്ട്. ഇത് തന്നെയല്ല 2015 ഇവർ 18-ാം പടി മാറ്റിയിട്ടുണ്ട്. 2015 18-ാം പടിയുടെ ഇത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2017 കൊടിമരം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പ് തന്നെയാണ്, ഈ പറഞ്ഞ ഒരു കൊള്ള സംഘം തന്നെയാണ് ഇതിനകത്ത്. അതിന് മുമ്പുള്ളതാണ് ഈ 2009. അതും വളരെ സത്യസന്ധമാണ്. കാര്യം വിജയ് മല്യയുടെ ആ ഒരു അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഒരു 1200 ഗ്രാമോളം, 1250 ഗ്രാമോളം അതിനകത്ത് സ്വർണ്ണമുണ്ട് ഈ കലശക്കുടങ്ങൾക്ക്, നാഗരാജ ക്ഷേത്രങ്ങളുടെയും ഗണപതി ക്ഷേത്രത്തിൻ്റെയൊക്കെ. അപ്പം ആ കലശക്കുടങ്ങൾ ഇവരിപ്പം രണ്ടാമത് മാറ്റിയപ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അത്രയും കിലോ സ്വർണവും അല്ല അതിൻ്റെ ആൻറ്റിക് വാല്യൂ ഇതിനകത്തെല്ലാം ആ ഒരു ശബരിമലയുടെ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെയുള്ള ഈ സ്ഥാനങ്ങൾക്കൊക്കെ പവിത്രത, ഇറിഡിയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് രീതിയിൽ അവിടെ ഇരുന്ന ഒരു ലോഹത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ചൈതന്യം അങ്ങനെ ഉണ്ട്. അപ്പം ആ ചൈതന്യത്തിൻ്റെ വിൽപ്പന വളരെ രീതിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 അവിടെ എത്തിയപ്പോൾ മുതൽ തന്നെ അവരൊരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അതേ ടീം തന്നെയാണ് ഈ മൊത്തം കൊള്ള. ഇപ്പം ഏറ്റവും അവസാനം ഇപ്പം നടന്നിരിക്കുന്ന കൊള്ള ഉൾപ്പെടെ ഇപ്പം 2025 ഇപ്പം ഇവർ എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതാണ് ഈ വിവാദങ്ങളുടെ ഒക്കെ തുടക്കം. സ്മാർട്ട് ക്രിയേഷൻസിന്റെ പേര് നമ്മൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേസ് വന്നപ്പോൾ മുതലാണ്. എന്തുകൊണ്ടാണ് ഇവരെങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്, ഏത് കാലം മുതലാണ് എത്തിപ്പെട്ടത് എന്നത് സംബന്ധിച്ച് ഒരു പരാമർശവും ഇല്ലാതെ പോകുന്നത്, ആർക്കും അങ്ങനെ ഒരു ചിന്തയെ പോകാതെ ഇരിക്കുന്നത്?
അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാര്യം 2025 ഇപ്പോഴത്തെ നമ്മുടെ മുന്നുള്ള പ്രസിഡന്റും പറയുന്നത് ഇവർ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സംഘമാണ്, ഇതിനകത്ത് ഇത്ര വലിയ ഫാക്ടറിയാണ്, ഇത്ര വലിയ സംഭവമാണ്, അതിനകത്ത് യാതൊരുവിധ ഇതും ഇല്ലെന്ന് പറഞ്ഞ് വളരെ വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലേ ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം ആ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഇത്രത്തോളം ഇപ്പം അകത്ത് കിടക്കുന്നത്. കാര്യം അതിപ്പോൾ പരിശോധിച്ചപ്പോഴൊക്കെയാണ് ഇവരുടെ അകത്തോട്ടുള്ള വീഴ്ച വന്നിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇവര് ഇതിനകത്ത് കുറേ ഉണ്ടെന്ന് ഈ പറയുന്ന ഇവരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അല്ല, ഈ 2019 യൂട്യൂബ് വീഡിയോയിലൊക്കെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പല പല സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതിനകത്ത് ഈ കട്ടള കൊണ്ടിരുന്ന കഥ കൊണ്ടിരുന്ന അതിനകത്തൊക്കെ ഈ പങ്കജ് ഭണ്ഡാരിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാളൊക്കെ പറയുന്നത് ഇതിനാ 3 ഗ്രാം മതി, 1 സ്ക്വയർ ഫീറ്റ് 3 ഗ്രാം മതി എന്നാ പറയുന്നത്. ഇത് 25 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെടുക്കാന്ന് പറയുന്നത്. പക്ഷെ അയാൾ അഡ്വക്കേറ്റ് തന്നെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് ഇത് ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പറ്റില്ല, ഇത് ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഞങ്ങൾക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ ഈ കള്ളം മറയ്ക്കാനുള്ളത്. ഇപ്പോഴും ഇവർ ഈ സ്വർണം തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ കള്ളം മറയ്ക്കാൻ തന്നെയാണ്. കാര്യം ഇത് ഒറിജിനൽ സാധനം ഇവരെല്ലാം മാറ്റിയിരിക്കുവാണ്. ഇതെല്ലാം വലിയ അന്താരാഷ്ട്ര രീതിയിൽ ഇവർ വിറ്റിരിക്കുകയാണ്. വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 2009 താഴികക്കുടങ്ങളും ഈ അത് കഴിഞ്ഞിട്ടുള്ള കൊടിമരമാണേലും 18-ാം പടിയാണേലും ഈ വക സാധനങ്ങളെല്ലാം ഒരു കൊള്ളയായിട്ട് ഇവർ ഈ മുതലുകൾ മൊത്തം ഇതിനകത്തൊരു ആന്റിക് വാല്യൂ ആയിട്ടും ഡിവൈൻ വാല്യൂമായിട്ട് വിറ്റിരിക്കുകയാണ്. പിന്നെ ഈ സ്വർണം തിരിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പൊ 400 ഗ്രാം എടുത്തു 100 ഗ്രാം എടുത്തു എന്നൊക്കെ ഇവരുടെ നിന്ന് എടുത്തിരുന്നു പറയുന്ന ആ ഒരു സാധനം അവരുടെ അടുത്ത കള്ളമാണ്. ഈ കള്ളവും പൊളിയും, അയ്യപ്പന് ഇതും പൊളിക്കും. കാര്യം അതിന്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് അത് പോകും. കാര്യം അതിനുള്ള കാര്യങ്ങളായി കാണുന്നത്. കാര്യം നമ്മൾ ഓരോ ദിവസവും ഓരോരോ രീതിയിലാണ് ഇത് പുറപ്പെടുന്നത്. ഇന്നിപ്പം മാതൃഭൂമി ഇതിങ്ങനെ പുറത്തു വിട്ടിരിക്കുന്നു. അപ്പം അതുപോലത്തെ കാര്യങ്ങൾ വളരെ 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 അയ്യപ്പന്റെ ആ ഒരു ചൈതന്യത്തിന്റെ ഇത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോ ഈ VS രാമാനുജം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി VS രാമാനുജത്തിന് UB ഗ്രൂപ്പിന്റെ ഫിനാൻസ് മാനേജർ അയച്ച കത്തിൽ എവിടെയൊക്കെ എത്രയൊക്കെ സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുണ്ട്. ഇതിൽ മറ്റെല്ലാം SITയുടെയും ദേവസ്വം വിജിലൻസിന്റെയും ഒക്കെ പരിശോധനയിൽ വന്നു. 9ാമതാണ് കിടക്കുന്നത് 5 നോസ് ഓഫ് കലശം ഇൻക്ലൂഡിംഗ് ദ കണ്ണുമൂല ഗണപതി ആൻഡ് നാഗരാജ. അത് 1154 ഗ്രാം എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം പരിശോധിക്കപ്പെടാതെ പോകുമോ? അത് മാത്രം വെളിവാക്കപ്പെടാതെ പോകുമോ? അതെ, എന്താണെന്നറിയാമോ അത് അതിനകത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷെ ദേവസ്വം ബെഞ്ചിന് ഇത് മനസ്സിലായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് ഈ തട്ടിപ്പും കൊള്ളയും മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അന്വേഷിക്കുന്നത് SIT അന്വേഷിക്കുന്നത് 2017 മുതൽ 25 വരെയുള്ള കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും അവിടെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വന്ന വിധി ഓർക്കുന്നില്ലേ? അവർ കോടതിയിൽ നിന്നുള്ള പരാമർശം, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുള്ള പരാമർശം ഓർക്കുന്നില്ലേ? 17 പോരാ, അത് 14ലേക്ക് പോകണം. 2014 മുതൽ 17 വരെയുള്ളതൂടെ അന്വേഷിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ മുമ്പേ മഹേഷ് പണിക്കർ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഈ പറയുന്ന 18-ാം പടി കൊടിമരം ഇവിടെയൊക്കെയുള്ള തട്ടിപ്പുകൾ പരിശോധിക്കണമെന്നാണ്. കാരണം കൊള്ളയുടെ വ്യാപ്തി ദേവസ്വം ബെഞ്ചിന് മനസ്സിലായിട്ടുണ്ട്. SITയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബെഞ്ചിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്കതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഈ 2009 നടന്ന സംഭവം 2009 നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2007 പോറ്റി സ്ഥലത്തെത്തുകയാണ്, ശബരിമലയിൽ എത്തുകയാണ്. മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലെയും ജാലഹള്ളിയിലെയും പിന്നെ ഉള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇത് അവിടെ സ്ഥലത്ത് വരുന്നത്. അവിടെ വന്നത് അവിടെ ഉണ്ടായിരുന്ന ചില പിന്നെ തന്ത്രിമാരുടെ, ബാംഗ്ലൂർ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെ പരിചയത്തിൻ്റെ പേരിലാണ് വരുന്നത്. ഒരു പോറ്റിയുടെ കൈക്കാരനായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ വന്ന ശേഷമാണ്, അവിടെ ശബരിമലയിൽ എത്തിയ ശേഷമാണ് ഈ ഓപ്പറേഷൻസൊക്കെ തുടങ്ങുന്നത്. സ്മാർട്ട് ക്രിയേഷൻസും അങ്ങനെയാണ് കടന്നു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് കടന്നു വരുന്നതും അങ്ങനെ തന്നെയാണ്. അവരുടെ ഈ ചെന്നൈയിലെ ആമ്പത്തൂരിലെ ആ സ്ഥാപനവും ഏതാണ്ട് ഈ സമയങ്ങളിലൊക്കെ തന്നെയാണ്. 2009 കാലഘട്ടങ്ങളിലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് ഇവർ സന്നിധാനത്ത് വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിനെ തട്ടിപ്പിന് കൃത്യമായൊരു കളം പോറ്റി ഒക്കെ ചേർന്ന് ഒരുക്കി കൊടുക്കുകയാണ്. പക്ഷേ ഇവരെ സംശയത്തിൻ്റെ നിഴലിൽ വരാതിരുന്നതിൻ്റെ കാരണം മുമ്പേ പറഞ്ഞതുപോലെയാണ്, ഇവർ വലിയ കൊള്ളാവുന്ന സ്ഥാപനമാണെന്ന് 2025 വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അന്വേഷണം ഇവരിലേക്ക് എത്തിയ ശേഷം, ഈ സ്മാർട്ട് ക്രിയേഷൻ സംശയത്തിൻ്റെ നിഴലിലായ ശേഷമാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് എന്തെല്ലാമാണ് അന്വേഷണങ്ങൾ വഴിതെറ്റിക്കാൻ അവർ ശ്രമിച്ചത്? അവരുടെ അഭിഭാഷകൻ വന്ന് പറഞ്ഞ് സൂചിപ്പിച്ച കാര്യങ്ങൾ അല്ലേ? ചെമ്പിൽ മാത്രമേ ഒരിക്കൽ പൂശിയ മെറ്റലിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതായിരുന്നു അഭിഭാഷകൻ്റെ വാദം വന്നത്. അത് SIT പൊളിച്ചു. ആ വാദം SIT പൊളിച്ചു. അവരവിടെ ചെന്ന് കണ്ടെത്തി. അവരവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? അവർ കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്ട് 125 കിലോ പവൻ സ്വർണം ഇവർ ആ പാളിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 9-10 കിലോയോളം സ്വർണം, 10 പവനോളം സ്വർണം ഇവർ പണിക്കൂലിയായിട്ട് മാറ്റി. ബാക്കി വരുന്ന ഏതാണ്ട് 50 പവൻ സ്വർണ്ണമാണ് ഈ ഗോവർദ്ധന് വിറ്റിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് കണക്കേതാണ്ട് ശരിയാണ്.
വിജയ് മല്യ പറഞ്ഞതിന് മുമ്പേ അവരുമായിട്ട് ഒപ്പിട്ട കരാറിലെ കണക്കുകൾ ശരിയാണ്. ഏതാണ്ട് 1.5 കിലോ സ്വർണ്ണം അതിനകത്തുണ്ടായിരുന്നു. അത് വളരെ സത്യമായിട്ട് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഉപദേവതകളിലേക്ക് ഇത് വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ശരിക്കും വിജയ് മല്യ ഉദ്ദേശിച്ചിരുന്നത് ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയുക എന്നുള്ളതായിരുന്നു. അതാണ് അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അതായിരുന്നു ആ വഴിപാടിനകത്തിൽ ആ കരാറിലെ ആദ്യത്തെ രേഖ അത് അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷമാണ് ശ്രീകോവിൽ ഇതെല്ലാം പൊതിഞ്ഞ ശേഷമാണ് ഒരു ദേവസ്വം ബോർഡിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ടായതാണ്. പ്രസിഡന്റ് അടക്കമുള്ള ആളുകളിൽ നിന്നൊരു അഭിപ്രായം ഉണ്ടായി, നമ്മൾ ഗണപതിക്ക് ആദ്യം എന്തെങ്കിലും കൊടുക്കണം. ഒരു സമർപ്പണം നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, കന്നിമൂലയിലിരിക്കുന്ന ഗണപതിയാണ്, ഗണപതിക്ക് വേണം ആദ്യത്തെ സമർപ്പണം കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ ഗണപതിക്കൂടെ എന്തെങ്കിലും ഒരു വഴിപാട് അവിടെ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിജയ് മല്യ അത് തീരുമാനിക്കുന്നത്. താഴികക്കുടം, അവിടെ ഉണ്ടായിരുന്ന ഒരു താഴികക്കുടം സ്വർണം പൊതിയാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ തൊട്ടടുത്ത് നാഗരാജാവുണ്ട്. നാഗരാജാവ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മാളികപ്പുറത്തേക്ക് പോകുന്നത്. അപ്പം നാഗരാജാവിൻ്റെയും താഴികക്കുടം സ്വർണം പൊതിയാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അത് രണ്ടും വരുന്നത്. പിന്നെ മറ്റ് 3 താഴികക്കുടങ്ങൾ പിന്നെ ശ്രീകോവിലിൻ്റെ മുകളിലുള്ള താഴികക്കുടങ്ങളാണ്. ഈ 3 താഴികക്കുടങ്ങളിലായിട്ടാണ് മുമ്പേ മാധു സൂചിപ്പിച്ചതുപോലെ ഉള്ള സ്വർണം അവിടെ വന്നിരിക്കുന്നത്. ഏതാണ്ട് 1.5 കിലോളം സ്വർണം, 1230 ഗ്രാം സ്വർണം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇന്ന് ഈ വാർത്ത പുറത്തുവിടുന്ന സമയത്ത് നമ്മൾ ഇന്ന് ശബരിമലയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ നമുക്ക് കൃത്യമായി ഈ കലശങ്ങളടക്കം കാണാൻ കഴിയും. അതിൽ ഗണപതി സ്ഥാനത്തുള്ളതും നാഗരനടയിലുള്ള താഴികക്കുടവും നമുക്ക് കാണാൻ കഴിയും. ശ്രീകോവിലിന് മുകളിലുള്ള ഈ കലശങ്ങളും കാണാൻ കഴിയും. അവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അതായത് ശ്രീകോവിലിന് മുകൾ വശത്ത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെയുള്ള ആ കലശങ്ങൾക്കുള്ള തിളക്കം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. പക്ഷേ ഇപ്പുറത്ത് ഈ ഉപദേവതാ സ്ഥാനങ്ങളിലുള്ള കലശങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും. ശ്രീ എ പത്മകുമാറൊക്കെ പറഞ്ഞതായതുകൊണ്ട് നമുക്കും പറയാമല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിലെ ചെമ്പേതാണ് പൊന്നേതാണെന്ന്. ഉറപ്പായിട്ടും ഞാൻ കണ്ടതാണ് ഈ കലശം, ഞാൻ കണ്ടതാണ്. ഈ 5 കലശങ്ങൾ ഞാൻ കണ്ടതാണ്. ശ്രീകോവിലിൻ്റെ മുകളിലുണ്ടായിരുന്ന 3 കലശങ്ങൾ, അതിന് സാക്ഷാ വിജയ് മല്യ തന്നെ വന്നിരുന്നു കേട്ടോ. വിജയ് മല്യ തന്നെ വന്നിരുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് 12-നും 12:15 ഇടയ്ക്കുള്ള കലശ ആ സമയത്താണ് അതിന് മുഹൂർത്തം നിശ്ചയിച്ചിരുന്നത്. അപ്പം വിജയ് മല്യ വരാൻ പമ്പയിൽ ഇച്ചിരി താമസിച്ചു പോയി. പക്ഷെ അത് ഓടിക്കയറുകയായിരുന്നു. മുഹൂർത്തം തെറ്റരുതെന്ന് കരുതിയിട്ട് ആ 45-50 വയസ്സ് കണ്ട സമയത്തുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഓടിക്കയറി മുഹൂർത്തം തെറ്റാതെ സന്നിധാനത്ത് ഓടിയെത്തിയ ആളാണ് വിജയ് മല്യ. നമ്മളൊക്കെ ആ കാഴ്ചകളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ആ താഴികക്കുടങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതേപോലെ തന്നെയായിരുന്നു ഇവിടെ. പിന്നെ കന്നിമൂല ഗണപതിയുടെയും പിന്നെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുള്ള പിന്നെ ക്ഷേത്രങ്ങളും അത് തന്നെയായിരുന്നു, ഉപദേവതാ ക്ഷേത്രങ്ങളും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷമാണ് 2009 ഈ തട്ടിപ്പുകളൊക്കെ അവിടെ അരങ്ങേറുന്നുള്ളത്. അത് സ്മാർട്ട് ക്രിയേഷൻസ് അവർ ബോധപൂർവ്വം അവർക്കറിയാമായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില സൂചനകൾ അന്ന് വന്നത് ഇറിഡിയം എന്നുള്ള മെറ്റൽ ഇതിനകത്തിൽ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്കറിയാമല്ലോ, സ്വർണ്ണത്തിനെക്കാട്ടിൽ എത്രയോ പിന്നെ ഏതാണ്ട് 80-100 മടങ്ങ് പിന്നെ വില വരുന്ന വസ്തുവാണ് ഇറിഡിയം എന്ന് പറയുന്നത്. വളരെ അപൂർവമായ ഇതാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ചില ആരോപണങ്ങളും ചില വാർത്തകളും ഒക്കെ ആ സമയം വന്നിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ 5 താഴികക്കുടങ്ങളിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ ശ്രീകോവിലിൻ്റെ മുകളിൽ അത് പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് 2 താഴികക്കുടങ്ങളിലും അത്തരം ചില സംശയങ്ങൾ വന്നിരുന്നു. അതിനു വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള ചില സംശയങ്ങൾ വന്നിരുന്നു. വിജയ് മല്യ കൃത്യമായിട്ടാണ് ചെയ്തത്. വിജയ് മല്യ ഇതിൽ ഒന്നുപോലും പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. ശരി, ശ്രീ RV ബാബു, കണ്ടതൊക്കെ കട്ടു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അല്ല, അങ്ങനെ വേണമല്ലോ കരുതാൻ. കണ്ടതൊക്കെ കക്കുക എന്നുള്ള ഒരു നയം ശബരിമലയുടെ കാര്യത്തിൽ എടുത്തു ഇതിൻ്റെ കാവൽക്കാരായി ഏൽപ്പിച്ചവർ എന്ന് വേണം മനസ്സിലാക്കാൻ. ശബരിമലയെ സംരക്ഷിക്കാൻ, ശബരിമലയെ പരിപോഷിപ്പിക്കാൻ ഉത്തമ വിശ്വാസത്തോടെ വിശ്വാസികൾ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കേണ്ടതിന് പകരം ശബരിമലയെ പൂർണ്ണമായും കൊള്ളയടിക്കാൻ, ഇപ്പോൾ ഞാനും അതിശയോക്തിപരമായിട്ടാണ് ഈ അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം സത്യത്തിൽ പലരും ചോദിക്കുമ്പോൾ അത് കുറച്ച് അതിശയോക്തിയല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാധു, എനിക്ക് സംശയമുണ്ട് ഈ യഥാർത്ഥത്തിൽ അയ്യപ്പൻ തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. യഥാർത്ഥ അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെയാണോ? അത് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം കോടാനുകോടി ഭക്തന്മാർ അയ്യപ്പനാണ് അവിടെ ഉള്ളത് എന്ന് പ്രതീക്ഷിച്ച് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ
നമുക്ക് ഇത്തരം ചർച്ചകളിൽ വസ്തുതകളെ എങ്ങനെയാണ് പറയാതിരിക്കാൻ പറ്റുക? ഇപ്പോൾ യഥാർത്ഥ അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഭക്തജനങ്ങൾക്ക് തോന്നുന്ന തരത്തിലാണ്. ഇവിടെ നോക്കൂ, 2009 സ്മാർട്ട് ക്രിയേഷൻസ് 998 സ്വർണം പൂശിയ നമ്മുടെ കലശങ്ങളടക്കം അവിടെ 9 ഐറ്റംസ് അവരവരുടെ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജയകുമാറിന് എഴുതിയ കത്തിൽ, ഫൈനാൻസ് മാനേജർ ജയകുമാറിന് എഴുതിയ കത്തിൽ, അല്ല ഫൈനാൻസ് എഴുതിയ ദേവസ്വം സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ UB ഗ്രൂപ്പിൻ്റെ ഫിനാൻസ് മാനേജർ എഴുതിയ കത്ത് ഉണ്ട്. ആ കത്തിൽ കൃത്യം 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 190 ലക്ഷം രൂപ മുടക്കിയിട്ട്, അതായത് ഏകദേശം 19 കോടി രൂപ മുടക്കിയിട്ടാണ് അവർ ഈ മുഴുവൻ സ്വർണം പൂശുന്ന പരിപാടികൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. 190 ലക്ഷം 19 കോടി രൂപ മുടക്കിയിട്ടാണ്. ഓരോന്നിനും എത്ര ഗ്രാം സ്വർണം എത്ര കിലോഗ്രാം മുടക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവർ. അങ്ങനെ നോക്കുമ്പോൾ 30 കിലോഗ്രാമിൽ കൂടുതൽ സ്വർണം ഈ ശബരിമല സന്നിധാനത്ത് പല കാര്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 1 കിലോഗ്രാമിൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് കലശത്തിൽ സ്വർണം ഉപയോഗിച്ചിരിക്കുന്നു. 1000 ചില്ലാൻ ഗ്രാം അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കലശം ഞങ്ങൾ വീണ്ടും സ്വർണം പൂശി എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് 2009 ചെയ്ത കാര്യം 2011 ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ ഇടുകയാണ്. ഒപ്പം തന്നെ അന്ന് പൂശിയതിൻ്റെ ചിത്രങ്ങളടക്കം അവരതിനോട് കൂടെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കലശം യഥാർത്ഥത്തിൽ ഈ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് പൂശുമ്പോൾ യഥാർത്ഥത്തിൽ അത് വീണ്ടും എന്തിന് പൂശി എന്നുള്ളൊരു കാര്യം. 2, അത് സ്വർണം തന്നെയാണോ പൂശിയത് നമുക്കറിഞ്ഞുകൂടാ. ഈ കാര്യം എന്തുകൊണ്ട് നിലവിലുള്ള അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് ആരും പെടുത്തിയില്ല? അങ്ങനെ പെടുത്തിയാൽ പെടുന്നത് ആരൊക്കെയാണ്? CK ഗുപ്തൻ പെടും. 2009 അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. 2009 ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതിനുശേഷം M രാജഗോപാലൻ നായർ, CPM-ന്റെ നോമിനികളാണ് ഇവരൊക്കെ. M രാജഗോപാലൻ നായർ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല. ബാബു, മെയ് മാസത്തിൽ CK ഗുപ്തൻ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് അതിനേക്കാൾ വലിയ കലാപം നടക്കുകയാണ് ശബരിമലയിൽ. അവിടെ അപ്പമരവണ വിഷയത്തിലൊക്കെ പ്രശ്നമായി അദ്ദേഹം രാജിവെച്ചു പോകുന്നു. ശേഷം ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഒരുപക്ഷെ അതിലെ കൗതുകകരമായ വസ്തുത K ജയകുമാറാണെന്ന്, അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹമാണ്. വസ്തുത അതെ, K ജയകുമാറാണെന്ന് ചീഫ് ദേവസ്വം കമ്മീഷണറായിട്ട് അവിടെ ഉള്ളത്. ആക്ടിംഗ് ദേവസ്വം പ്രസിഡന്റായി. അല്ല, എനിക്ക് അത്തരം പേരുകളൊക്കെ വീണ്ടും പറയേണ്ടി വരുന്നത്. നമ്മള് ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ഇനി ആരിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? നമുക്കറിയില്ല. ഇവിടെയാണ് നമ്മൾ കാലങ്ങളായിട്ട് നോക്കൂ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈന്ദവ സംഘടനകൾ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ദേവസ്വം ബോർഡ് ഭരണം ശരിയല്ല, അത് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്, അതിന് കണക്കില്ല, അത് ഒരു 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 കറവ പശുവിനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ അന്ന് മുതൽ പറയുമ്പോൾ അതിനെ വേണ്ടത്ര ഗൗരവത്തോടെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല, പരിഹരിക്കാൻ തയ്യാറായില്ല, അത് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായില്ല. ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ പരിണതഫലം അനുഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ ശബരിമലയിൽ ഇനിയിപ്പോൾ ഈ സത്യത്തിൽ SIT അന്വേഷണത്തിലേക്ക് പോകണ്ടേ? ഇപ്പോൾ മാതൃഭൂമി പുറത്തു വിട്ട ഈ വാർത്തയിലേക്ക് SIT പോകണ്ടേ? ഇനി അതിനുവേണ്ടി പ്രത്യേക കോടതി ഉത്തരവ് വേണോ? എനിക്കറിഞ്ഞുകൂടാ. കാരണം കോടതി ഏതൊക്കെ അന്വേഷിക്കണം എന്ന് SITയോട് പറഞ്ഞിട്ടുണ്ടാവും. ആ SITയുടെ അന്വേഷണം എന്നുള്ളത് തടസ്സമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതറ്റം വരെയും പോകാൻ SITക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഏതറ്റം വരെയും പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആരെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ SITക്ക് ഇതറിയാത്തതാണോ? ഒന്നുകിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു രേഖയും ഇല്ല എന്നാണോ? ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, UB ഗ്രൂപ്പ് ദേവസ്വം സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു. ഈ കത്ത് ഒരു മഹസറായിട്ട് രേഖപ്പെടുത്തി ദേവസ്വം ബോർഡിന്റെ രേഖയിൽ പോലും ഇല്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്നത്? ഒരു കണക്കും കുമ്മട്ടിങ്ങിയില്ലാത്ത അവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡ് മാറിയോ? ഈ ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു രേഖയും ദേവസ്വം ബോർഡ് സൂക്ഷിക്കുന്നില്ല. ഇതെല്ലാം കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്നുള്ള മട്ടിൽ, കിട്ടിയത് മുഴുവൻ ലാഭം എന്നുള്ള മട്ടിൽ കത്തുന്ന പുരയുടെ കഴുക്കോൽ ഊരുന്നത് പോലെ ദേവസ്വം ബോർഡിനെ നശിപ്പിച്ചുകൊണ്ട് അതിന്റെ സ്വത്തുക്കൾ മുഴുവൻ കിട്ടുന്നവരൊക്കെ തട്ടിയെടുക്കുന്നു എന്നുള്ളതൊക്കെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു സാഹചര്യം അത്യന്തം ഗുരുതരമാണ്. ഞങ്ങൾക്കിത് പറയാനുള്ളത്, ഈ ശബരിമല ക്ഷേത്ര സംവിധാനത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് 2000 മുതൽ
2025 മുതലുള്ള 25 വർഷത്തിന്റെ അല്ലെങ്കിൽ 98 മുതലുള്ളതെങ്കിലും 1998 മുതൽ 2025 വരെയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. ശരി ശ്രീ ആർ വി ബാബു, ഞാൻ അങ്ങനെയൊക്കെ വരാം. സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ഈ ശബരിമല. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ 98-ൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായതിന് പ്രകാരമാണ് എങ്കിൽ 98-ൽ നടന്ന കാര്യങ്ങളുടെ രേഖകളെ കുറിച്ചുള്ള ചില ആശങ്കകളുണ്ട്. 2009-ൽ ഈ ഉപദേവതാ സ്ഥാനങ്ങളുടെ മേൽക്കൂര അടക്കമുള്ള ഇടങ്ങളിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പങ്കജ് ഭണ്ഡാരി അടക്കം അറസ്റ്റിലായിരിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപെടലെ കുറിച്ച് സംശയമുണ്ട്. 2019-ലെ കാര്യവും 2025-ലെ കാര്യവും നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ 2025-ലെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് 2019-ലെ കാര്യം വെളിപ്പെട്ട് വന്നത്. അതിപ്പോൾ പിന്നെ അപ്പോഴാണ് 98-ലെ രേഖകളെ കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകുന്നത്. അതും അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇപ്പോൾ 2009-ൽ അവിടെ ഉണ്ടായിരുന്ന ഇടപെടലുകളെ കുറിച്ച് വരുന്നത്. ഈ നിലയ്ക്ക് കാലാകാലങ്ങളിൽ കുത്തഴിഞ്ഞൊരു സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന ആശങ്ക ഉണ്ടാകുമ്പോൾ ആരതിന് ഉത്തരം പറയും? മധു, ഒരു കാര്യം, ഇന്നത്തെ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഇല്ലേ? ഇല്ലേ എന്ന് അങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആവർത്തിക്കാൻ തയ്യാറാണില്ല. ഞാൻ കേട്ടില്ല. ഇല്ല. കോൺഗ്രസ് പ്രതിനിധി ഇല്ല. അതായത് ഇന്ന് മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഏതായാലും കോൺഗ്രസ് പ്രതിനിധിക്ക് സാധ്യമാകില്ല. അല്ല, ഞാൻ ക്ഷണിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഈ പാനലിലാണ് ഞാൻ ഈ ചർച്ച പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചതും. ഞാൻ ക്ഷണിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധിയില്ല. അല്ല, ഒരു കാര്യം, അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ശ്രീ ആർ വി ബാബു ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നല്ലവണ്ണം ഉപയോഗിക്കുന്നവരാണല്ലോ കോൺഗ്രസിൻ്റെ ആളുകൾ. അതുകൊണ്ട് അതിൻ്റെ പ്രതിനിധി കൂടി ഈ ചർച്ചയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. ചില കാര്യങ്ങളിൽ അവർ മറുപടി പറയേണ്ട സാഹചര്യവുമുണ്ട്. മറുപടി പറയാതിരിക്കാൻ അവർക്ക് ഒരു അവസരം ഒരുക്കി കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, അവരുണ്ടാകേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. ഏതായാലും നമ്മൾ കാണേണ്ടത് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട മാധു, ഒരു കാര്യം, നമ്മളിങ്ങനെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മാധു ഇടപെട്ടാൽ എനിക്ക് സംസാരിക്കാൻ അല്പം ശബ്ദത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് വ്യക്തമായി കേൾക്കാൻ വേണ്ടി പറ്റുന്നു. എനിക്ക് തുടർന്ന് സംസാരിക്കാമെന്ന് കരുതുകയാണ്. ശ്രീ സജീഷ്, അങ്ങ് തുടരൂ. അപ്പോൾ കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാമെന്ന് കരുതുകയാണ്. ഞാൻ ഏതായാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഈ ചർച്ചയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഇന്നത്തെ ദിവസത്തിൽ, പ്രത്യേകിച്ച് മാതൃഭൂമി ഇപ്പോൾ പുറത്തേക്ക് വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടെല്ലാം കുറേ അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ കൂടി കേൾക്കേണ്ടതായിരുന്നു. ഏതായാലും കോൺഗ്രസിൻ്റെ അഭിപ്രായം UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെല്ലാം ഉയർത്തിയ പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറുകയാണ്. ആ സാഹചര്യത്തെ ശരിയായി വിലയിരുത്തി പോകാൻ വേണ്ടി കഴിയണം. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് തെറ്റായ സംഭവങ്ങളെല്ലാം, ഉണ്ടായ കാര്യങ്ങളെല്ലാം, തെറ്റായ എല്ലാ പ്രവണതകളെക്കുറിച്ചും വളരെ കൃത്യമായി SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകണം. ആരെല്ലാമാണോ കുറ്റക്കാർ, എവിടെയെല്ലാമാണോ കുറ്റക്കാർ ഒളിഞ്ഞിരിക്കുന്നത്, അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിലേക്ക് വരണം. അതുപോലെ തന്നെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ തിരിച്ചു ലഭിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇത് നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ 2009-ലേക്കും 2011-ലെ പോസ്റ്റിലേക്കുമെല്ലാം നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത്, കുറേ നാളായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പോൾ നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേര് നമ്മൾ കേട്ടത് യഥാർത്ഥത്തിൽ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഗവൺമെൻറ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് പൊളിക്കാൻ വേണ്ടി വന്ന ഒരു UDFൻ്റെ ശബ്ദമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മളെല്ലാം ആദ്യമായി കാണുന്നത്. ഇവിടെ ദ്വാരപാലക ശില്പത്തിലെ പ്രശ്നം മാത്രമല്ല, ഒരു അതിൻ്റെ അടിയിലുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പീഠം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ പീഠം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നമ്മൾ കാണുന്നത്. ആ പോറ്റി സ്വന്തം വീട്ടിലത് സൂക്ഷിച്ചിട്ടാണ് പറഞ്ഞത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്.
ആ പോറ്റി 2004 വരുന്നത്. 2004 തന്ത്രിയാണ് പോറ്റിയെ കൊണ്ടുവരുന്നത്. തന്ത്രിയുടെ ഉൾപ്പെടെ ശുപാർശയിലാണ് കർണാടകത്തിൽ നിന്ന് പോറ്റി വരുന്നത്. ആ പോറ്റി UDFൻ്റെ ഒരു നാവായിട്ട് ആ ഘട്ടത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരായി നിൽക്കുന്ന ഒരു പ്രത്യേക പരിവേഷണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ഈ പോറ്റിയെ യഥാർത്ഥത്തിൽ നല്ല വെളിച്ചത്തിൽ കാണുന്നത് ആ ഘട്ടത്തിലാണെന്നറിയാം. അവിടെ നിന്ന് ആ പ്രസ്താവന ആദ്യം ഏറ്റെടുത്തത് UDFൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനായിരുന്നു. VD സതീശൻ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഈ വിഷയങ്ങളെ ആകെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി പോറ്റിക്ക് കട്ട സപ്പോർട്ടുമായി വന്നു. ആ പോറ്റിയെ പിന്നെ ഇപ്പോൾ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ കാണുന്നത് ഇപ്പോൾ Z കാറ്റഗറി സുരക്ഷിതത്വമുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 തവണ പോകാൻ വേണ്ടി കഴിയുന്നു. ആ 2 തവണ പോകുമ്പോൾ UDF കൺവീനർ കൂടെയുണ്ട്. UDFൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശും അതുപോലെ തന്നെ ആൻ്റണിയും അതുപോലെയുള്ള UDFൻ്റെ നേതാക്കന്മാരുണ്ട്. ആ ഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രസിഡന്റ് ഇവരെല്ലാം ഉണ്ട്. നമ്മൾ കാണേണ്ടത് സോണിയാഗാന്ധിയെ കാണാൻ ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന പിന്നീട് ആയിരുന്ന YS രാജശേഖര റെഡ്ഡിക്ക് പോലും കാണാൻ കഴിയാത്ത ആളായിരുന്നു. അവിടെയാണ് 2 തവണ വീട്ടിലെത്തുകയും അതുപോലെ തന്നെ ചരട് കെട്ടിക്കൊടുക്കുകയും ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം കൂടിയുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ഗോവർദ്ധൻ്റെ സാന്നിധ്യം. ഈ അടിച്ചുമാറ്റിയ സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് അത് പ്രോസസ്സ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ വാർത്തയിൽ പറയുന്നത് പോലെ പ്രോസസ്സ് ചെയ്ത് അത് വാങ്ങി അത് ഉപയോഗിച്ച ആളുടെ സാന്നിധ്യവും അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ പുറകോട്ട് പോകുമ്പോഴുള്ള സാന്നിധ്യമെല്ലാം ഇതായിരുന്നു. ആ സാന്നിധ്യമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പോറ്റിയെ കയറ്റിയത് ആരാണ്, ഗോവർദ്ധനെ കയറ്റിയത് ആരാണ് എന്നൊക്കെ ഇപ്പം മറുപടി പറയേണ്ടതുകൊണ്ട് അതൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾ കൂടി വരുമ്പോൾ അതായത് കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ശ്രീ മഹേഷ് പണിക്കരോ ശ്രീ TK രാജഗോപാലിനെ പോലെ ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ അറിയാവുന്ന ഒരു പ്രതിനിധിയും എന്ന നിലയ്ക്കാണ് നമ്മൾ പാനലുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്നലെയും അങ്ങനെയാണ്. ഇന്നലെയും ഇതേ ആരോപണങ്ങൾ CPMന്റെ പ്രതിനിധി ഉന്നയിച്ചിട്ടുണ്ടെന്ന് വിഷമിക്കേണ്ടതില്ല. ഇന്നിപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു വിവരമാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത്, ഞാൻ കൃത്യമായി പറയുന്നു, രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് 2009 തന്നെ അവിടെ ഇത്തരത്തിലുള്ളൊരു കൊള്ള നടന്നിട്ടുണ്ടോ എന്ന കൃത്യമായ സംശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ പറയാൻ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ ഈ പാനലിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല, BJPക്കാർക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രീ TK രാജഗോപാലിനെയും ശ്രീ മഹേഷ് പണിക്കരെയും ഈ പാനലിലേക്ക് ഞാൻ അങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ CPMന്റെ പ്രതിനിധിക്ക് സർക്കാരിന്റെ വേർഷൻ പറയാൻ കഴിയും, ശ്രീ RV ബാബുവിന് അതിനെതിരെയും പറയാൻ കഴിയും. എന്ന നിലയ്ക്ക് ഇത് ആ നിലയ്ക്ക് പര്യാപ്തമായ ഒരു പാനലാണെന്ന് വിചാരിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് അനുവദിച്ചു തരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് ഇതിലേക്ക് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പോയത്. സോണിയാഗാന്ധിയുടെ കയ്യിൽ കിട്ടിയത് ചെയിനാണോ ചരടാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നലെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇനി അങ്ങ് ആ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ 1998, 2009, 2019, 2025 അങ്ങ് ഈ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് ഈ സമയങ്ങളിലെല്ലാം ഉത്തരവാദിത്തം ആർക്കായിരുന്നു എന്നത് അങ്ങയോട് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ആരൊക്കെയാണ് അവിടെ ഭരിച്ചത് എന്ന് അങ്ങയോട് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ശ്രീ RV ബാബു അതിൽ CK ഗുപ്തന്റെ പേര് പറയുമ്പോൾ ഞാനത് CK ഗുപ്തൻ അല്ല ആ സമയത്ത് എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന് അവസരമൊരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല എന്നങ്ങ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പറയൂ. മാധു പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുകയാണ്. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തികച്ചും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി UDF ഏതെല്ലാം രീതിയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ ആ നിലയിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ 2004 ഈ പറഞ്ഞ പോറ്റി ശബരിമലയിൽ എത്തുന്നതും അവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമെല്ലാം UDFൻ്റെ കാലത്തായിരുന്നു എന്നതിപ്പോൾ നാട്ടുകാർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. പിന്നെ ഈ പോറ്റിയെയും, പോറ്റി മാത്രമല്ലല്ലോ പോറ്റിയുടെ കൂടെ ആ ഗോവർദ്ധനുമുണ്ടല്ലോ, ഇവരെല്ലാം ഒരുമിച്ച് എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി പറയുന്നതിന് പകരം ഇവിടെ രാഷ്ട്രീയമായി ഇതിനെ വിശദീകരിക്കാനും ഇതിനെ വക്രീകരിക്കാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ചൂണ്ടിക്കാണിച്ചേ മതിയാകൂ.
ഈ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ് കാണിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ സ്വീകരിക്കുന്ന സമീപനങ്ങളെ തുറന്നു കാണിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് പറഞ്ഞ രീതിയിലാണെങ്കിൽ, പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ ഗോവർദ്ധനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ജ്വല്ലറിക്കാരനും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസും ഒന്നും പ്രതികളാവില്ല. അവർ പറയുന്നത് വിദേശത്തുള്ള ആളുകൾ കൊണ്ടുപോയി എന്നാണ്, വിദേശ ശക്തികൾ കൊണ്ടുപോയി എന്നാണ്. ആരെയാ സംരക്ഷിക്കേണ്ടത്? ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന് ഗോവർദ്ധനെയും പോറ്റിയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. അത്തരം പ്രസ്താവനകൾ നടത്തുന്നവർ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ഓരോന്നും ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല, ഏതെങ്കിലും സംഭവങ്ങൾ മാത്രമല്ല, എല്ലാ സംഭവങ്ങളും തുടർച്ചയാണ്. ആ തുടർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്ന് നമ്മൾ കാണണം. മറ്റൊന്ന്, ഇവിടെ ഈ പറഞ്ഞ പോറ്റി വരുന്നത് തന്ത്രിയുമായി ബന്ധപ്പെട്ടാണ്. തന്ത്രിയാണ് പോറ്റിയെ കൊണ്ടുവരുന്നത്. തന്ത്രി കൊണ്ടുവന്ന പോറ്റി എന്ന് മാത്രമല്ല, തന്ത്രി ഈ ഗോവർദ്ധൻ്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെയെല്ലാം കോമണായി ഇങ്ങനെ ചില ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷൻസ് അവരാദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ സ്വർണം വേർതിരിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലയെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഉണ്ട് എന്നും അവിടുന്ന് സ്വർണം കണ്ടെത്തുന്ന സാഹചര്യം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സംവിധാനം, ആ സംവിധാനം തെറ്റായിരുന്നു. അവർ കളവാണ് പറഞ്ഞത്. അവർ ഈ കൊള്ളയുടെ പ്രധാന ഭാഗമാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോഴല്ല പുറത്തു വന്നത്. ദേവസ്വം വിജിലൻസിനോട് അവർ തങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യയില്ല എന്ന് പറഞ്ഞു. SITയുടെ ചോദ്യം ചെയ്യലിൽ എത്ര സ്വർണം ഉരുക്കി മാറ്റി, അത് ആർക്ക് കൊടുത്തു, അതിന്റെ പങ്ക് ആർക്കൊക്കെ കൊടുത്തു, എത്ര പണിക്കൂലി എന്നതടക്കം പറഞ്ഞു. അപ്പോൾ മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ള കാര്യം ഇതിനു മുൻപ് തന്നെ SITയുടെ മുന്നിലുണ്ടായിരുന്നു. എന്നിട്ടും പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റിലേക്ക് രണ്ടു നാൾ മുൻപ് വരെ കാത്തിരുന്നു എന്ന ഇടത്ത് വലിയ അത്ഭുതമുണ്ട്, വലിയ ആശങ്കയുണ്ട് നമുക്കെല്ലാവർക്കും. എന്തുകൊണ്ടാണ് ഒരു സംവിധാനത്തിന് മുന്നിൽ, രണ്ട് അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ ഇതുമായി ബന്ധപ്പെട്ട മൊഴി മാറ്റി പറഞ്ഞ ഒരാളുടെ അറസ്റ്റ് ഇത്രയും കാലം വൈകിയത് എന്നും ഇപ്പോഴും ആധികാരികമായ മൊഴിയായി അവരുടെ തന്നെ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്നത് സംബന്ധിച്ച് ആശങ്കകളുണ്ട്. ശ്രീ SK സജീഷ്, ഇടവേള തിരിച്ചു വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ഇത് നോക്കൂ, ഈ ദേവതാസ്ഥാനത്തെ ആണെങ്കിലും ഉപദേവതാസ്ഥാനത്തെ ആണെങ്കിലും ഒക്കെ പണികൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ 2009 ഗുണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി നേരിട്ട് അവിടെ ഭരണസമിതിയെ ഏർപ്പെടുത്തിയിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ കോടതി അറിയാതെ ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല. മാനുവൽ പ്രകാരം അവിടെ തന്നെയാണ് ആ പണികൾ നടത്തിയത് എന്നുള്ളതാണ് ഏക ആശ്വാസം. പക്ഷേ ആ പണി നടക്കുന്നിടത്ത് അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ? അവിടെ നിന്ന് പഴയ കലശങ്ങളടക്കം മാറ്റി അന്ന് മറ്റെന്തെങ്കിലും അവിടെ റീപ്ലേസ് ചെയ്യുകയാണോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴുണ്ടാകുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രഭക്കുറവടക്കം പരിഗണിക്കുകയാണെങ്കിൽ മാത്രമല്ല, പങ്കജ് ഭണ്ഡാരി അറസ്റ്റിലാണ്. നമുക്കിനി സ്മാർട്ട് ക്രിയേഷൻസിനെ വിശ്വസിക്കേണ്ട എന്തെങ്കിലും ആവശ്യം അവിടെ നിലനിൽക്കുന്നുമില്ല. അവർ മാറ്റി പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ കടത്തിലും ഈ സ്വർണ്ണക്കൊള്ളയിലും പങ്കുണ്ട് എന്നത് സംബന്ധിച്ച സംശയലേശം തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ട് താനും. ശ്രീ മഹേഷ് പണിക്കർ, ഇതിനെല്ലാം പക്ഷേ കൃത്യമായി അത് തന്ത്രവിധി പ്രകാരമാണെങ്കിലും മന്ത്രവിധി പ്രകാരമാണെങ്കിലും ഉത്തരവാദിത്തത്തിന്റെ പേരിലാണെങ്കിലും ഇതിനൊക്കെ കാലാകാലങ്ങളിൽ മേൽനോട്ടം വഹിക്കേണ്ട സംവിധാനം എന്തുകൊണ്ടാണ് അവിടെ ഇതൊന്നും അറിയാതെ പോയത്? എന്തിന്? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ 2009 അവിടുത്തെ സാന്നിധ്യം ഇതുവരെ ആരും പറയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇത് ആക്ച്വലി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരാളുടെ ബിനാമിയാണ്. നമ്മൾ ഈ ദൈവതുല്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ബിനാമിയാണ്. അപ്പോൾ അവരുടെ മേൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വന്നിട്ടാണ് ഇവർ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വേറൊരു ശ്രീ അത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇവർ ഇത് പുറത്ത് കൊണ്ടുപോയെന്നല്ല, ഇവർ അവിടുന്ന് പണിത് കൊണ്ടുവന്നതാണ്. ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് പണിതിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ സാധനങ്ങൾ ഇളക്കി ഇപ്പം നമ്മൾ ഈ ധാരപാലകവാളി പോലത്തെ കേസല്ല, ഈ പറഞ്ഞ മാളികപ്പുറത്തിൻ്റെയും കേസൊക്കെ. അതായത് അവർ അവിടെയാണ് പണിതിരിക്കുന്നത്. ചെന്നൈ പണിതിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ അങ്ങനെയാണ് അവർ ഓഫീസിൽ വെച്ചിട്ടുള്ള പണിതിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ പഴയ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ട് പഴയ സാധനങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കഥകിൻ്റെ കേസിലും അതാ സംഭവിച്ചത്. കഥക് അവർ അവിടുന്ന് പണിത് കൊണ്ടുവന്നു. പഴയ കഥക് ഇളക്കിക്കൊണ്ട് പോകാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് കട്ടളയും കൂടെ അതിൻ്റെ ചേർത്തിളക്കി. കട്ടളയെ ഉൾപ്പെടെ പഴയ കഥകും കൊണ്ടുപോയി. അതേ സിസ്റ്റമാണ് ഈ പറഞ്ഞ 2009 അവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു സാധൂകരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കൽ പണിത് കൊണ്ടുവന്ന പീഠമാണ് അവിടെ കൃത്യമായി ഫിക്സ് ചെയ്യാൻ കഴിയാതിരിക്കുകയും മാറ്റിവെക്കുകയും ചെയ്തത്.
അതെ 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 അതായത് ഈ രണ്ടാമതൊരു പീഠം കൊണ്ടുവരാന്ന് പറയുന്നത് തന്നെ അതൊരു എന്താ പറയുക, ആദ്യത്തെ പീഠത്തിന്റെ പ്രശ്നം അപ്പം അവർ മാറ്റിയെന്നുള്ള, അതായത് ഉരുക്കിയെടുത്തതല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രണ്ടാമത്തെ പീഠം. ഉരുക്കിയെടുത്താണെങ്കിൽ ആ ഒരു ഒറ്റ സെറ്റല്ലേ വരത്തുള്ളൂ. രണ്ടാമത്തെ പീഠം എങ്ങനെയാ വരിക? അപ്പം അത് ഉറപ്പായിട്ടും ഇവർ ആ പാളി മാറ്റി പുതിയ പാളി കൊണ്ടുവന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് രണ്ടാമത്തെ പോറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ദേവസ്വം ബോർഡിനെ ഉൾപ്പെടെ പ്രതിസ്ഥാനത്താക്കാൻ വേണ്ടിയായിരുന്നു. അത് ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്താക്കാനാണോ ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാനാണോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് ശ്രീ എസ് കെ സജീഷ്. കാരണം 4 കിലോ കാണുന്നില്ല എന്ന് പറഞ്ഞത് ഫിൽ ചെയ്യാനാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വീട്ടിൽ വെച്ച് അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ശ്രീ എസ് കെ സജീഷ് 4 കിലോ കാണുന്നില്ല എന്ന കോടതി വിമർശനത്തെ സാധൂകരിക്കാൻ പീഠമാണ് 4 കിലോ എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ്. അതെ അതെ അല്ല, അതിലെ വേറൊരു ക്യാരക്ടറിനെ നമുക്ക് ട്രേസ് ചെയ്യേണ്ടതുണ്ട്. കാര്യം ഒരു വാസുദേവൻ പോറ്റിയാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്, ഈ പഴയ പീഠം അയാളുടെ കയ്യിലായിരുന്നെന്നാ പറയുന്നത്. വാസുദേവൻ പോറ്റി വളരെ ഇതിനകത്തെ ഒരു നിർണായക ഘടകമാണ്. കാര്യം ഇതേ വാസുദേവൻ പോറ്റിയാണ് നമ്മുടെ 2017 നടന്ന കൊടിമരത്തിന്റെ മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതായത് പഴയ മണി അടിച്ചോണ്ട് പോയത് അയാളാണ്. ഇവർ പണ്ടേ ഉള്ളു ഈ വാജുവാഹനം അടിച്ചോണ്ട് പോകാനത്ത് ഈ വാസുദേവൻ പോറ്റിയുണ്ട്. അയാളാണല്ലോ മണി സ്പോൺസർ ചെയ്യുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാണാതെ പോയ പീഠം അയാളുടെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ആളെന്ന് പറയുന്ന വാസുദേവൻ പോറ്റിയാണ്. 4 ദിവസം മുമ്പോ 5 ദിവസം മുമ്പോ ഈ പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് കാര്യം 4 കൊല്ലം അയാളായിരിക്കുന്നത്. അപ്പം ഈ വാസുദേവൻ പോറ്റിയും ഈ പറഞ്ഞ മണിയും ഈ കൊടിമരവും ഈ ശ്രീ മാധു നേരത്തെ പറഞ്ഞതിനകത്ത് 2009 മുതൽ 2025 വരെ ഉള്ളതിനകത്ത് 2 ഇവന്റ് വിട്ടുപോയി. ഒന്ന് 2015 18-ാം പടി, പഴയ 18-ാം പടി 2015 പുതിയതായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പണിത് കൊണ്ടുവന്നു. പഴയ പടി എവിടെ? ശ്രീ ജയകുമാർ സാറാണ് അന്നും മറ്റേ എന്താ പറഞ്ഞ ഹൈ പവർ കമ്മീഷണർ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്നത്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പഴയ പടി എവിടെ? ഒന്ന്. രണ്ടാമത്തെ കാര്യം കൊടിമരം അതിന്റെ കൂട്ടത്തിൽ ഈ മണി, ഈ വാജിവാഹനം, അഷ്ടദിക്പാലകര്, പഴയ കൊടിമരം എവിടെ? ഈ പറഞ്ഞ സാധനം എന്നിട്ട് വാജിവാഹനം ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് പുള്ളി പെടുവെന്ന് അറിയാപ്പോഴത്തേക്ക് തന്ത്രി പറഞ്ഞു ഇത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാ. അവർ മേടിച്ചില്ല. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. ഈ പറഞ്ഞ കച്ചവടത്തിനകത്ത് ഏറ്റവും ദുരൂഹമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൊടിമരമായിട്ട് ബന്ധം 2017 നടന്നതാണ്. അതുപോലെ 2015 ഇത്. അപ്പം മൊത്തത്തിൽ ശബരിമലയിൽ ഒരു സീരീസ് ഓഫ് ക്രൈം ഉണ്ട്. ഈ ക്രൈമിനകത്തെല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ഈ ക്രൈമിനകത്തെല്ലാം ഈ ദൈവതുല്യരും ഇൻവോൾവ് ആണ്. അവിടുത്തെ തന്ത്രി പോറ്റി ഇതെല്ലാം ദൈവിക കാര്യങ്ങളാണ്. ഇതെല്ലാം പൂജയും ഓരോ സ്ഥാനം ഇളക്കണയിലും പിടിപ്പിക്കണയിലും ഒക്കെ പൂജ വേണം, അനിത്യം വേണം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് 2009 ഇപ്പം കാണിച്ചിരിക്കുന്ന ഈ പരിപാടി വളരെ വലിയൊരു ഒരു മുന്നോട്ടുള്ള ഒരു പോക്കാണ്. കാര്യം ഇതിനകത്തെ മൊത്തത്തിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ 2015 ഒരു വീഡിയോ ഉണ്ട്. ശ്രീ ജയറാം ഉൾപ്പെടെ ഇരിക്കുന്ന പങ്കജ് ഭണ്ഡാരിയെ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്നത് അയാൾ പറയുന്ന അയാൾക്ക് 3 ഗ്രാം മതി എന്നാ, 1 സ്ക്വയർ ഫീറ്റ് ആണ്, 25 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെടുക്കാന്ന. അപ്പം അങ്ങനെ പറയുന്ന വീഡിയോ നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നം വന്നപ്പോൾ പോലെ ഉണ്ട്. അപ്പം അത് പറഞ്ഞിട്ടും ഈ പ്രശ്നങ്ങളൊന്നും ആരും കാണാത്ത ഒരു ഇതടക്കത്ത് നമുക്ക് വളരെ അത്ഭുതമാണ്. പക്ഷെ എന്തായാലും SIT ഇപ്പൊ എന്തായാലും ആ രീതിയിൽ തന്നെ പോകുന്നത്, അന്താരാഷ്ട്ര കൊള്ളയുടെ രീതിയിൽ തന്നെ പോകുന്നത്. ഈ സാധനങ്ങൾ ഒന്നും ഇവർ ഒരുക്കിയിട്ടുമില്ല. ഈ സാധനങ്ങളെല്ലാം അതുപടി മാറ്റിയതാണ്. വേറെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ അമ്പലങ്ങളിൽ ഇതുവരെ ഉണ്ടായ കൊടിമര പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളിലൊന്നും ആരും തിരിച്ചു ചോദിക്കില്ല ഇതെന്താണ് ചെയ്തത് എന്നുള്ളത്. അതിലൊക്കെ സത്യം പറഞ്ഞാൽ അന്വേഷണം വേണ്ടതാണ് എന്ന് തോന്നുന്നു. ഇതൊക്കെ ചെയ്യാൻ ഏറ്റവും അധികാരമുള്ള ആളുകൾ അതൊക്കെ കൃത്യമായിട്ടായിരിക്കും ചെയ്യുക എന്നുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്തോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. നമ്മളാരും അത് അന്വേഷണത്തിന്റെ വഴിക്ക് വരികയും ചെയ്യട്ടെ. ശ്രീ ടി കെ രാജഗോപാൽ, ഈ 2 വർഷങ്ങൾ തമ്മിൽ വലിയൊരു കൗതുകമുണ്ട്. 2009 അങ്ങ് നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ അവിടെ അപ്പമരവണ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന CK ഗുപ്തൻ അവിടെ നിന്ന് രാജിവെച്ചു പോവുകയും ഹൈക്കോടതി നേരിട്ടിടപെടുകയും കെ ജയകുമാറിനെ അവിടുത്തെ ചീഫ് ദേവസ്വം കമ്മീഷണറായി അപ്പോയിന്റ് ചെയ്യുകയും ആക്ടിംഗ് പ്രസിഡന്റായും അപ്പോയിന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു കാലം. അതായത് ശബരിമലയിൽ ഇതിലും വലിയ കലാപം നടക്കുന്ന ഒരു സമയത്താണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആദ്യ കൊള്ള 2009. 2019 സമാനമായ രീതിയിൽ ശബരിമലയിൽ അതിനേക്കാൾ വലിയ കലാപം നടക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കൊള്ള എന്ന് പറയുന്നത്. അതായത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിനെയൊക്കെ പിൻപറ്റി കൊള്ള നടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. രണ്ടാമത്തെ കൊള്ള നടക്കുന്നത് പ്രളയം, കോവിഡ് ആ സമയത്താണ്. ആ സമയത്തൊന്നും ശബരിമലയിലേക്കൊന്നും ആളുകളും പോകുന്നില്ല, ഉദ്യോഗസ്ഥരും പോകുന്നില്ല, കാര്യമായ ശ്രദ്ധയൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ആളുകളുടെ ശ്രദ്ധ കുറഞ്ഞു, ഭരണാധികാരിയുടെ ശ്രദ്ധ കുറഞ്ഞ സമയത്താണ് ഈ കൊള്ള നടന്നത്. അതേപോലെ തന്നെയാണ് 2009 വലിയ വിവാദമായിരുന്നല്ലോ അത്. ആ കേസുകളൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇനി താങ്ങുപീഠങ്ങളുടെ കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ശബരിമല അയ്യപ്പ സംഘവുമായിട്ടുള്ള വിവാദത്തിലേക്ക് അത് വന്നതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ.
പക്ഷേ അല്ല, അതിനൊക്കെ മുൻപ് തന്നെ കോടതി അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു. കോടതി അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുകയും ചെയ്ത സമയത്താണ് പീഠമടക്കമുള്ള കാര്യങ്ങൾ, അതായത് 4 കിലോ സ്വർണം കാണുന്നില്ല എന്ന് കോടതി പറഞ്ഞ സമയത്ത് ഈ പറയുന്ന അതിന് ബാധ്യസ്ഥരായവർ ആരാണോ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പീഠം ദാ ഇവിടെ ഉണ്ട് കേട്ടോ, 4 കിലോ ഒന്നും കുറഞ്ഞിട്ടില്ല എന്ന് ബോധിപ്പിക്കാനാണ് അന്ന് ഈ പറയുന്ന പോറ്റി രംഗത്ത് വന്നത് എന്നുള്ളതാണ് നമുക്ക് അതിന്റെ തുടർച്ചയിൽ മനസ്സിലാകുന്ന കാര്യം. കോമൺ സെൻസിൽ അങ്ങ് തുടർന്നോളൂ. മാധു, അതിനേക്കാട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് പോറ്റി പറഞ്ഞു. അതിനേക്കാട്ടിൽ പ്രധാനപ്പെട്ട ഒരു പോറ്റി പറഞ്ഞു, ആ താങ്ങുപീഠം ഞങ്ങൾ പണിഞ്ഞുകൊണ്ടുവന്ന താങ്ങുപീഠം, അതായത് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് പണിഞ്ഞുകൊണ്ടുവന്ന താങ്ങുപീഠം അളവ് ശരിയായില്ല. അളവ് ശരിയായില്ല, നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ദേവസ്വം ബോർഡ് ഭാരവാഹികളോട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഇതേപോലൊരു താങ്ങുപീഠം ആറന്മുള സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നുണ്ടെന്ന് ഒരു വെളിപ്പെടുത്തലാണ്, പോറ്റിയുടെ വെളിപ്പെടുത്തലാണെന്ന് ആലോചിക്കുക. ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ഇതേപോലൊരു താങ്ങുപീഠം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? തിരുവാഭരണം കമ്മീഷണർക്ക് മാത്രം കടന്നു ചെല്ലാവുന്നതും ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ളതുമായ വസ്തുക്കളാണ് ആ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നത്. അവിടെ പോറ്റി കയറിയിട്ടുണ്ടാകും. പറയാൻ കഴിയുന്നത് അവിടെ ഒരു താങ്ങുപീഠം ഇരിപ്പുണ്ടെന്ന് പറയാൻ കഴിയുന്നത്? അതെ, അതിൻ്റെ കൃത്യമായ അളവും കണക്ക് വരെ പോറ്റി പറയുകയും ചെയ്തു. ഇപ്പോൾ ജസ്റ്റിസ് KT ശങ്കരൻ അമിക്കസ് ക്യൂറി അതിൻ്റെ തെളിവെടുക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പോയിട്ട് അതിൻ്റെ അളവുകളും പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തെളിവ് വരട്ടെ, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്മാർട്ട് ക്രിയേഷൻസ് അത്ര നിസ്സാരമായ സ്ഥാപനമല്ല കേട്ടോ. നമ്മുടെ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ നിസ്സാരമായ സ്ഥാപനമല്ല. അവരേത് മഹാരാഷ്ട്രയോ ആ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഭണ്ഡാരി എന്നൊക്കെ പറയുന്നത്. ഇപ്പം 12ാം പ്രതിസ്ഥാനത്താണ്, 12ാം പ്രതിസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. മുഴുവൻ ദുരൂഹതയാണ്. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് എന്താണ്? കഴിഞ്ഞ ദിവസം വന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? മൊത്തത്തിലുള്ള തട്ടിപ്പുകളാണ്. ഇവർക്ക് വലിയ കണക്ഷൻസ് ഉണ്ട്. ഇവർക്ക് ഡൽഹിയുമായിട്ടൊക്കെ വലിയ കണക്ഷൻസ്, ഇവർക്ക് ലൈറ്റ് സംവിധാനങ്ങളൊക്കെ എന്തൊക്കെ ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ഈ അങ്ങനെയൊക്കെയുള്ള വിന്യാസങ്ങൾ ഉണ്ടാക്കുക, ലൈറ്റ് സംവിധാനങ്ങൾ, ഡൽഹിയിലൊക്കെ അത്തരം വലിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ പവർഫുള്ളാണ് കേട്ടോ, വളരെ പവർഫുള്ളായൊരു ഗ്രൂപ്പാണ് അവർ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നത്. അവസാന ഘട്ടം വരെ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 2025 ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതൊരു നല്ല സ്ഥാപനമാണ്, ഇവർക്കിതിന് ശേഷിയുണ്ട് എന്നുള്ളത് അന്ന് അവസാനത്തെ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? എന്തുകൊണ്ടാണ് അവരൊക്കെ അത്തരത്തിലേക്കുള്ള നിലപാടെടുക്കാൻ കാരണം? ഇതെല്ലാം നമ്മൾ കൂട്ടി വായിച്ച് നോക്കണം. ഇവരുടെ ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസ് തിരുവാഭരണം കമ്മീഷണറെ കൊണ്ടാണ് 8 ദിവസം കൊണ്ട് അത് മാറ്റിച്ചെഴുതിച്ചത്. പക്ഷേ അവിടെയും മുമ്പായി പറഞ്ഞതുപോലെ 2009 2025 തമ്മിൽ വ്യത്യാസമുണ്ട്. 25 ആയപ്പോഴത്തേക്ക് 2 നിയമങ്ങൾ അവിടെ വന്നു. ദേവസ്വം മാനുവലും വന്നു, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമെന്നുള്ള നിയമങ്ങളും വന്നു. 2009 ഇതൊന്നുമില്ല. നമ്മൾ ശബരിമലയിലെ ഏത് വസ്തുക്കളും, ശബരിമല സന്നിധാനത്താണെങ്കിലും പുറത്താണെങ്കിലും അവിടുത്തെ അതിൻ്റെ പണികൾ, അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യണം. അത് നിയമമാണ് അവിടുത്തെ. ആ വീഡിയോ റെക്കോർഡിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 2025 അതുണ്ടായിട്ടുണ്ടോ? ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പണി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഉത്തരം പറയേണ്ടി വരും, തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അല്ലാതെ ആ സമയത്ത് ഞങ്ങൾ 50 പവനും പിന്നെ ഒരു 3-4 ഗ്രാമും കൂടെ കൂട്ടി ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ. പക്ഷേ 2009 ഒരു നിയമങ്ങളും ഇല്ല. 2009 നോക്കുന്നതിനോ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഒരു നിയമങ്ങളും കാര്യങ്ങളുമില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് സർവ്വസ്വാതന്ത്ര്യമായിരുന്നു. മേഞ്ഞ് നടക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല, സന്നിധാനത്ത് മേഞ്ഞ് നടക്കുകയായിരുന്നു. അത് എന്ത് വിളക്കിക്കൊണ്ട് പോകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ആ താഴികക്കുടം, നമ്മുടെ ശ്രീകോവിലിൻ്റെ മുകളിലുള്ള 3 താഴികക്കുടെങ്കിലും സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം മാത്രമേ നമുക്കുള്ളൂ. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ RV ബാബു, അങ്ങ് സത്യമായും വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഈ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി അത് ഉരുക്കി കുറച്ച് അവർ പണിക്കൂലിയെടുത്ത് അവർ കുറച്ച് പോറ്റിക്ക് കൊടുത്ത് കൽപേഷിന്റെ കൈവശം കൊടുത്ത് അത് കൽപേഷിലേക്ക് ആ അന്വേഷണം പോകുന്ന സമയത്ത് ഒരു ഗോവർദ്ധൻ വരികയാണ്. ഒരു ഗോവർദ്ധൻ ദാ എൻ്റെ കഴുത്ത് കണക്കാണ് എന്ന് പറഞ്ഞ് എവിടെ നിന്നോ വരികയാണ്. വന്നിട്ട് പറയാണ് ഈ സ്വർണ്ണം എൻ്റെ കൈവശമുണ്ട്, അതവിടെ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് എന്ന്. 2019 കൊണ്ടുപോയ സ്വർണം 2025 വരെ ഒരു പണമിട കുറയാതെ അവിടെ വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? മോഷണമേൽക്കാൻ. കാരണം എന്താണ്? അത് സ്വർണ്ണമാണ്, അത് ഉരുക്കിയെടുത്ത സ്വർണ്ണമാണ്. അതിൻ്റെ കാലപ്പഴക്കം അല്ലെങ്കിൽ അത് എന്തായിരുന്നു എന്നത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയില്ല. അപ്പോൾ ഇതൊരു വെറും മോഷണ കേസായി ഗോവർദ്ധനിലൂടെ വെറും ഒരു മോഷണ കേസ് മാത്രമാക്കി മാറ്റാൻ ഗോവർദ്ധൻ എന്നൊരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഇത് അവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണമാണ് എന്ന്? സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ കരുതാൻ സാധ്യമല്ലല്ലോ. സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ
5 വർഷക്കാലം 6 വർഷക്കാലം അതേ സ്വർണം അങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറയാൻ പാകത്തിന് നമ്മൾ ആരെങ്കിലും അരിയാഹാരം കഴിക്കാത്തവരാണ് എന്ന് വിചാരിക്കേണ്ട സാധ്യമല്ലല്ലോ. ഇവിടെ മാധു നേരത്തെ സൂചിപ്പിച്ചൊരു പേരുണ്ട്, ഞാനത് ആവർത്തിച്ചു, കൽപേഷ്. ഈ കൽപേഷിനെ എന്തുകൊണ്ടാണ് SIT ചോദ്യം ചെയ്യാത്തത്? അങ്ങനെ ഒരു കഥാപാത്രം ഏതാണ്? ആരാണ് ഈ കൽപേഷ്? കൽപേഷ് മുഖാന്തരമാണ് ഗവർണറിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കൽപേഷ് ആരാണ്? ഇടനിലക്കാരൻ കൽപേഷായിരുന്നു എന്ന് പറയുന്നു. ആരാണ് ഈ കൽപേഷ്? നമുക്കറിയില്ല ആരാണ് ഈ കൽപേഷ്. കഥാപാത്രത്തിന്റെ പേര് തന്നെ കൽപേഷ് എന്നാണെന്നൊക്കെയുള്ള സംശയം. അപ്പൊ ഒരു അരൂപിയാണ് ഇതെല്ലാം. ഇപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് ആരാണെന്നുള്ള തർക്കത്തിൽ കിടന്നിട്ട് ഈ മൊത്തം വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സജീഷേ, നമ്മുടെ പ്രശ്നം എന്താണ്? സജീഷ്, ഇവിടെ ഒരു വലിയ കൊള്ള നടന്നിരിക്കുന്നു. അത് കോൺഗ്രസ് കൊള്ള ചെയ്തോ CPM കൊള്ള ചെയ്തോ എന്നുള്ളതല്ല പ്രശ്നം. വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ച കാര്യങ്ങൾ, ശബരിമല പോലുള്ള ബന്ധമുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താ? തന്ത്രിയാണെങ്കിൽ തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സജീഷേ? ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ, കേരള ഹൈക്കോടതി 10 പേര് ഈ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൽ തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രി. ഞാനത് വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. സജീഷെ ആണത്തത്തോടെ പറഞ്ഞിട്ടുണ്ട്. എന്തേ തന്ത്രിയെ സംരക്ഷിക്കാനുള്ള ചുമതല ഒന്നും ഇവിടുത്തെ ഹിന്ദു സംഘടനകൾക്കൊണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്കാണ് ഓരോ പ്രതികളെയും സംരക്ഷിക്കേണ്ട ആവശ്യത. അതുകൊണ്ടാണ് നിങ്ങൾ പത്മകുമാറിനെ ഇപ്പോഴും പുറത്താക്കാത്തത്. നിങ്ങൾ വളരെ യുക്തിപൂർവം അല്ലെങ്കിൽ വളരെ ഉദാരമായി SITയെ വിശ്വാസപൂർവ്വം എടുത്തിട്ടുണ്ടല്ലോ. ആ SIT കണ്ടെത്തിയ പ്രതിയല്ലേ പത്മകുമാർ? ആ SIT അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുകയല്ലേ പത്മകുമാറിനെ? എന്തേ പത്മകുമാറിനെതിരെ നിങ്ങൾ പാർട്ടി നടപടി എടുക്കുന്നില്ല? അപ്പൊ ഞങ്ങൾക്കാരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2019 ആരോടും ചോദിക്കാതെ ഒരൊറ്റയാൾ പോലും കൂടെ പോവാതെ ഈ പാലുകൾ കൊടുത്തുവിട്ടത്, ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടത്, ഈ കട്ടിലപ്പാലുകൾ കൊടുത്തുവിട്ടത്? ഒരാൾ പോലും അകമ്പടി പോകാതെ, ഒരാൾ പോലും കൂടെ പോകാതെ പോകണ്ടെന്ന് തീരുമാനിച്ചത് ഏതെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ നേതാക്കന്മാരായിരുന്നില്ലേ ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നേ? ആയിരുന്നില്ലേ? 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെയിൽ അയച്ചു ഭരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പ്രശാന്ത് പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് ഈ വ്യക്തി അറിയില്ലായിരുന്നില്ലേ? പച്ചക്കള്ളമല്ലേ വാസുവും പ്രശാന്തും ഈ കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്? പച്ചക്കള്ളമല്ലേ? ഞാനിത് അറിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പത്മകുമാർ സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷനും സാധനം കൊടുത്തുവിടാൻ എഴുതി വെച്ചത്? നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നില്ലേ പത്മകുമാർ? ആ പത്മകുമാറിനെ നിങ്ങളിപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ലേ പാർട്ടി തലത്തിൽ? എന്നിട്ട് സോണിയാഗാന്ധിയുടെ ഒപ്പം ഞങ്ങൾക്ക് സോണിയാഗാന്ധിയാണ്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് VS ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ നടത്തിയ അഴിമതി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞവരാണ്. ഞങ്ങൾക്ക് ഇവിടെ കോൺഗ്രസ് ആണോ CPM ആണോ എന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങൾ ഹൈന്ദവ ക്ഷേത്രത്തിൽ, ഹിന്ദു ക്ഷേത്രത്തിൽ ഇത്തരം കൊള്ള നടത്താൻ നിങ്ങൾ അത് അവസരമാക്കി എടുക്കുന്നു. നിങ്ങൾക്കിതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഈ ക്ഷേത്രങ്ങളെ നിങ്ങൾ കൊള്ള സങ്കേതങ്ങളാക്കി മാറ്റി നിങ്ങൾക്ക് പാർട്ടി നേതൃത്വങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിന്റെ സ്ഥലങ്ങളാക്കി മാറ്റുക. നിങ്ങളുടെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും പാർട്ടി ഏരിയ സെക്രട്ടറിമാർക്കും ലോക്കൽ സെക്രട്ടറിമാർക്കും ഒക്കെ ഒരു ലാവണമാക്കി കൊടുക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എന്താണ്? ഈ ക്ഷേത്രം സംരക്ഷിക്കണം, ഈ ക്ഷേത്രത്തിന് സ്വത്ത് സംരക്ഷിക്കണം. ഇപ്പോ ശബരിമല വിഷയം പുറത്തു വന്നതിന് ശേഷം പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? ഓരോ ക്ഷേത്രത്തിന്റെയും അന്യാധീനപ്പെട്ട ഭൂമി. സജീഷെ അറിയാമോ? 20 കോടി രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ദേവസ്വം ബോർഡിന് കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിന് എല്ലാ പണം കൊടുത്തത് സർക്കാരിനാണ്. എന്താ കാരണം? ഡിജിറ്റൽ സർവേ അനുസരിച്ച് പിന്നീട് ഈ കഴിഞ്ഞ ഡിജിറ്റൽ സർവേ നടന്നു കഴിഞ്ഞപ്പോൾ ദേവസ്വം ഭൂമികളൊക്കെ സർക്കാർ പുറംപോക്ക് ഭൂമിയെന്ന് ഡിജിറ്റൽ സർവേയിലൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി പണം കൊടുത്തത് ആർക്കാ? സർക്കാരിനാ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ, ഭൂമി അന്യാധീനപ്പെടുത്തുന്നതിന്, തട്ടിയെടുക്കുന്നതിന് സർക്കാർ കൂട്ടുന്നില്ലേ? ശരി ശരി, ഓക്കെ. ഞാൻ അന്യാധീനപ്പെടുത്താനും കൊള്ളയടിക്കാനും സർക്കാർ ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ SK സജീഷ്, ഇപ്പോൾ CPM പാനലിസ്റ്റുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ പറഞ്ഞതും അങ്ങ് തന്നെയും ഇപ്പോൾ പറയുന്നത് പോലെയും SITയുമായും SITയുടെയും ഈ കേസിൽ സ്വീകരിക്കുന്ന നടപടികളുമായും ബന്ധപ്പെട്ടോ ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്നുവരെ ഹൈക്കോടതിയുടെ ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ച് ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത് വരെയും ആരും അതിനെക്കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം, അതായത് കൃത്യമായി മഹസറുകൾ പരിശോധിക്കുമ്പോഴും രേഖകൾ പരിശോധിക്കുമ്പോഴും വീഴ്ച എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി, ഇപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർ R അനന്തകൃഷ്ണന് ഈ കാര്യങ്ങൾ നോക്കാമെങ്കിൽ
അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പരിചയ സമ്പത്തുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ വന്ന മാറ്റം അവിടെ എന്തുകൊണ്ട് ആ ശ്രദ്ധയും അന്വേഷണവും പോയില്ല എന്നുള്ളത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ശബരിമലയിൽ അവർ എന്നു മുതലാണ് എന്ന വളരെ ബേസിക് ആയ കാര്യം പോലും അന്വേഷിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ ഈ അന്വേഷണത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാവില്ലേ? അത് ഒരു കാര്യം, ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം മുദ്രവെച്ച കവറിൽ നേരെ തന്നെ ശബരിമല ബെഞ്ചിലേക്ക് പോവുകയാണ്, ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ്. അത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർക്കോ അല്ലെങ്കിൽ നമുക്കാർക്കോ അറിയുന്ന കാര്യമല്ല. ആ അന്വേഷണ സംഘം കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കേരളത്തിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിൽ ആ ഡിവിഷൻ ബെഞ്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഉയർന്നു വന്നിട്ടില്ല, എവിടെയെങ്കിലും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സിംഗിൾ ബെഞ്ച് ജഡ്ജി ജാമ്യം പരിശോധിക്കുമ്പോൾ അഭിപ്രായമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അപ്പുറത്തുള്ള ഡിവിഷൻ ബെഞ്ചിലേക്ക് ചോദിച്ചാൽ മതി. അപ്പുറത്തെ മുറിയിൽ അവരിയ്ക്കുന്നുണ്ട്, അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിൽ പുതിയ കാര്യങ്ങൾ മാധ്യമ വാർത്തകളിലൂടെ വരുമ്പോൾ ആ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ വരുന്ന കാര്യങ്ങൾ എത്രമാത്രം ആ തരത്തിലേക്ക് അന്വേഷണം പോയി എന്നിപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇവിടെ അത് വെച്ചുകൊണ്ട് ഈ അന്വേഷണം ഞങ്ങളെപ്പോഴും പറഞ്ഞിട്ടുള്ള ശരിയായ നിലയിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷിക്കട്ടെ, തെറ്റുകാരായ ആളുകളെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ, ഒരാളും അതിൽ സംരക്ഷിക്കപ്പെടേണ്ട സാഹചര്യമില്ല, ഒരാളെയും സംരക്ഷിക്കുന്ന സാഹചര്യമില്ല. ജയിലിൽ കിടക്കുന്ന ആളുകൾ ജയിലിൽ തന്നെ കിടക്കുന്നു, അവരെ സംരക്ഷിക്കുന്ന നിലപാടൊന്നും CPM-ഓ ഗവൺമെൻറ്റോ സ്വീകരിക്കില്ല. അതെല്ലാം RV ബാബുവിൻ്റെ സംശയം മാത്രമാണ്. പിന്നെ ഒരു കാര്യം, തന്ത്രിയുടെ കാര്യം ഞാൻ പറയാനിടയായത്, തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ 2004 ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നു, ഈ പറഞ്ഞ പോറ്റിയെ കൊണ്ടുവരുന്നു, മറ്റ് ഇടപാടുകളെല്ലാം ഉണ്ടാകുന്നു. നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ ഗോവർദ്ധൻ വരുന്നു. ഗോവർദ്ധൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുകയാണ് ഗോവർദ്ധനെ, പക്ഷേ ആ ഗോവർദ്ധൻ്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്ന ഈ തന്ത്രിയാണ്. അത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ തന്ത്രിയും അവിടുത്തെ സംവിധാനങ്ങളും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ എന്താണ് ദൈവതുല്യർ എന്ന് കരുതുന്ന ആളുകൾ, അവർ പോലും ഇതിനകത്തേക്ക് തുറന്ന് പറയാനുമെല്ലാം ബോർഡ് മെമ്പർമാരുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്ത ഒരാളെയും ന്യായീകരിക്കാൻ ബോർഡ് മെമ്പർമാര് ശ്രീ RV ബാബു, ഒരു മിനിറ്റ്, ശങ്കരദാസും വിജയകുമാറും ഒരു കാര്യം, ശ്രീ RV ബാബു ഒരു കാര്യം പറയട്ടെ, വീഴ്ചയോ വന്ന ഒരാളും തീർച്ചയായും താങ്കൾ ചോദിക്കുന്നതിന് ഞാൻ എതിരല്ല, കേൾക്കുന്നതിനുള്ള പ്രയാസം കൊണ്ട് മാത്രമേ ഉള്ളൂ. അതായത് ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏത് വീഴ്ച വരുത്തിയ ആളുകളെയും തെറ്റായ നിലപാട് സ്വീകരിച്ച ആളുകളായാലും എല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കണം. ഇത് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം, ആരെയും സംരക്ഷിക്കപ്പെടണമെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് ചിലർക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കി കൊടുക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമായി ഒരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല രീതിയിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം ഈ കാര്യം ഉപയോഗിച്ചത്. ഇവിടെ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഈ വിവരം വരുമ്പോൾ നമ്മൾ കാണേണ്ടത് 2002 ജൂണിലെ കോടതി ഉത്തരവിൽ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷന് ഇത് ഏൽപ്പിക്കണം, അവർ എക്സ്പെർട്ടാണെന്നുള്ള രീതിയിൽ വരുന്നുണ്ടല്ലോ. അതായത് കോടതി പോലും വിശ്വസിച്ചിട്ടുണ്ട് ഈ സംവിധാനത്തെ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, രാജ്യവ്യാപകമായി വലിയ ഒരു സംവിധാനമാണ് ഈ സ്മാർട്ട് ക്രിയേഷനും ഗോവർദ്ധനും എല്ലാം ഉൾപ്പെടെയുള്ള ഈ സംവിധാനം കേരളത്തിനപ്പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ സ്വർണം പൂശൽ ഉൾപ്പെടെയുള്ള പരിപാടികളെല്ലാം ഏറ്റെടുത്തത് ഈ സ്മാർട്ട് ക്രിയേഷനാണ് എന്ന് പറഞ്ഞാൽ ശ്രീ RV ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവർ കേരളത്തിന് പുറത്ത് നല്ലവണ്ണം വിലസിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ക്ഷേത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കസ്റ്റഡിയിൽ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഇവർ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉൾപ്പെടെ ഇവർ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ കാര്യങ്ങളിലെല്ലാം വിശാലമായി കാര്യങ്ങൾ പോകട്ടെ, വിശാലമായി ഇവരെക്കുറിച്ച് അന്വേഷിക്കട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, രാജ്യവ്യാപകമായി തന്നെ. രാജ്യവ്യാപകമായി എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെൻറ് ഒന്നും അല്ലല്ലോ, രാജ്യവ്യാപകമായി തന്നെ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നു. രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആൻറ്റിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുരാവസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സാണെങ്കിൽ അതെല്ലാം ആർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ അന്വേഷിക്കട്ടെ. ആരെല്ലാം എവിടെയെല്ലാം ചേർന്ന് നിൽക്കുന്നു എന്നെല്ലാം അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിലോ ഇതിൻ്റെ മുന്നോട്ട് പോക്കിലോ യാതൊരു രീതിയിലുമുള്ള ഒരു പ്രശ്നവുമില്ല.
നല്ല നിലയിൽ ശ്രീ എസ് കെ സജീഷ് ഒറ്റ കാര്യം കൂടി. ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ ശരിയാണ് SIT-യുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നമുക്ക് പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സർക്കാരിൻ്റെതായ അഭിപ്രായം ഉണ്ടാകണം. സർക്കാർ അഭിഭാഷകർ അവിടെ പോകുന്നുണ്ട്. SIT-യുമായുള്ള ആശയവിനിമയത്തിന്റെ സമയത്ത് ഒരു തവണ സർക്കാർ അഭിഭാഷകരെ കോടതി പുറത്തു നിർത്തിയിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ ഇടക്കാല ഉത്തരവുകളിലൂടെ, ഡയറക്ഷൻസിലൂടെ കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ഒന്നും ഇതില്ല. പങ്കജ് ഭണ്ഡാരി ഒരു വലിയ തിമിംഗലമാണ്, കോടതി ഉപയോഗിച്ച ഭാഷയിൽ ബിഗ് ഗൺ ആണ് എന്നാണ് മുന്നിൽ വരുന്നത് എങ്കിൽ ഇതിന്റെ തുടക്കം മുതൽ ഈ 2 ദിവസം മുൻപ് വരെ സമയം കിട്ടുകയാണ്. ഇവർക്കെതിരായ എല്ലാ തെളിവുകളും SIT വരുമ്പോൾ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പൂമുഖ പടിവാതിൽക്കൽ എടുത്തു വെക്കുകയൊന്നുമില്ലല്ലോ. ഇത്ര സമയം വലിയ ലക്ഷറി ആയി പോയില്ലേ? മാധു എന്തടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അതെനിക്ക് പറയാൻ കഴിയുന്നതല്ല, മാധുവിന് ചോദ്യമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. കാരണം ഇതെല്ലാം സീൽ വെച്ച കവറിനകത്താണ് കോടതിയുടെ മുന്നിലാണ് വരുന്നത്. മറ്റെല്ലാം സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളും ആ വാർത്തയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഉപവാർത്തകളും ഒക്കെയാണ്. പക്ഷേ കോടതിയുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് കൃത്യമായി മേൽനോട്ടം വഹിക്കുന്ന അതിൽ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാരോ അവരുടെ ഏതെങ്കിലും ഉത്തരവിലോ ഒന്നും തന്നെ മറ്റഭിപ്രായങ്ങൾ വന്നിട്ടില്ല. ആ അഭിപ്രായങ്ങൾ വരാതിടത്തോളം കാലം നമുക്കത് വിശ്വസിക്കുകയാണ് വേണ്ടത്. വിശ്വസിച്ച് ശരിയായ നിലയിലുള്ള അന്വേഷണം നടത്തണം. ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത ആളുകളെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടി വരും. അതെങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടി വരും. ഇതെല്ലാം ഈ അവിടെയും ഒരു ഘടകവിരുദ്ധതയുണ്ട്. ഈ പറയുന്ന പട്ടികയിൽ ഈ പറയുന്ന 2 FIR-കളിൽ ഉൾപ്പെടാത്ത ആളുകൾ ഉദ്ഘാടനം ചെയ്തവരെ കുറിച്ച് അങ്ങേക്ക് ആശങ്കയുണ്ട്. ഈ പറയുന്ന 2 FIR-കളിൽ ഉൾപ്പെടാത്ത പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരെ കുറിച്ച് മറ്റാർക്കും ആശങ്കയൊന്നും പാടില്ല. പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലല്ലേ ഇപ്പോ? നമ്മളെന്തിനാ ആശങ്കപ്പെടുന്നത്? ഞാൻ ചോദിച്ചത് അത് ഇത്രയധികം, അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ നമ്മളെന്തിനാണ് ആശങ്കപ്പെടുന്നത്? അവർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണോ ആശങ്കപ്പെടുന്നത്? അങ്ങ് തന്നെ പറഞ്ഞതുപോലെ വലിയ ഭീമന്മാരാണ് എങ്കിൽ അവർക്കതിൽ ഇടപാടുണ്ടെന്ന് കൃത്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ ബോധ്യമാകുമ്പോൾ എപ്പോഴേ അവർ ആ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടാകും. മാധു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 2004 മുതൽ പോറ്റി വരുന്നു, പോറ്റിയുടെ പല കാര്യങ്ങൾ നടക്കുന്നു, ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ പോകുമ്പോൾ ഈ പറഞ്ഞ പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ച രാജ്യവ്യാപകമായി വലിയ സ്വാധീനമുള്ള ആളുൾപ്പെടെ ഇപ്പോൾ ജയിലിലേക്ക് എത്തിയിരിക്കുന്നു. അവരെ ഇന്നലെയാണോ അല്ലെങ്കിൽ മെഞ്ഞാന്നാണോ അല്ലെങ്കിൽ 10 ദിവസം മുമ്പേ ആണോ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത്? അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഏതെല്ലാം വളരെ കൃത്യമായ തെളിവുകൾ, അവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള തെളിവുകൾ, അവർ ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടേണ്ട സംവിധാനങ്ങൾ, ഇതെല്ലാം ആലോചിക്കേണ്ടത് അന്വേഷണ സംഘവും അതിന് മേൽനോട്ടം വഹിക്കുന്ന കോടതിയുമാണ്. അതിനകത്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല. ഒരു കാര്യം പറയേണ്ടത് അല്ല, പറയട്ടെ സജീഷ് ഒരു കാര്യം സജീഷ് പറയുന്നത് ഇവരൊക്കെ ശിക്ഷിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെയാണോ? ഈ പങ്കജ് ഭണ്ഡാരി ശിക്ഷിക്കപ്പെട്ടോ? ആ കേസ് ട്രയലിലല്ല പറഞ്ഞത്. മാധു ആശങ്കപ്പെടേണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലല്ലോ ശ്രീ RV ബാബു. അല്ല, ഇപ്പൊ അവർ ജയിലിലാണല്ലോ ഉള്ളത്. ഇപ്പൊ പുറത്തുള്ള ആളുകളെ കുറിച്ചല്ലേ നമ്മൾ ആശങ്കപ്പെടേണ്ടത്? അല്ല, അവിടെ വേളയിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഒരു ക്രിമിനൽ സംസാരിക്കും. ഞാനൊന്ന് പറയട്ടെ, അവസരം ലഭിക്കുമായിരിക്കും. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ ശ്രീ RV ബാബു, ഞാൻ പൂർത്തീകരിക്കട്ടെ. അതായത് ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആശങ്കപ്പെടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ആശങ്കപ്പെടേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ കൂട്ടരെല്ലാം ഇപ്പോൾ ജയിലഴിക്കുള്ളിലകത്താണുള്ളത്. അന്വേഷണം മുന്നോട്ട് പോകുന്നു, ഇനിയും അവരെ ചോദ്യം ചെയ്യും, കൂടുതൽ തെളിവുകൾ ശേഖരിക്കും, ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഇവരെ അവിടെ കൊണ്ടുവന്ന ആളുകൾ, ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ ഇവർ 2 പേരും ഒരുമിച്ച് ഉപഹാരം കൊടുക്കുകയും കൈക്ക് ചരട് കെട്ടിക്കൊടുക്കുകയും പുരാവസ്തു കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുറെ മാന്യന്മാർ കൂടി ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. ആ മാന്യന്മാരെ കൂടി ആ കാര്യത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആശങ്കപ്പെടേണ്ടത്. അതായത് ഇതിന്റെ പരിധിയിലേക്ക് വരാതെ രക്ഷപ്പെട്ടു. സ്വാഭാവികമായും ഒരു ക്രിമിനൽ താൻ കൂടി ഉൾപ്പെട്ട ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു വഴിയിൽ തുടങ്ങുകയാണെങ്കിൽ തന്നിലേക്ക് എത്താനുള്ള, അത് നോക്കൂ, അറസ്റ്റ് ചെയ്യപ്പെടുകയോ ജയിലിൽ ആവുകയോ ചെയ്യുന്ന ആളുകൾ കേസിന്റെ പുരോഗതിയിൽ, വിസ്താരത്തിനൊടുവിൽ, വിധി പ്രഖ്യാപനത്തിനൊടുവിൽ പുറത്തു വരികയും വിശുദ്ധരാക്കപ്പെടുകയും ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയത്തിലും അല്ലാതെയും ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തനിക്കെതിരെ വരാവുന്ന തെളിവുകൾ, ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള തെളിവുകൾ
ഇത്രയും വലിയ, കോടതി തന്നെ പറഞ്ഞതുപോലെ വൻ തോക്കുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആളുകൾ ബാക്കി വെക്കുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചത്. എന്തായാലും 2009 സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ ഇത്തരം ഇടപാടുകൾ സ്വർണ്ണം പൂശലിനടക്കം സജീവമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. SIT അന്വേഷണം അടക്കം ആ മേഖലയിലേക്ക് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.